അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹ ബഹുമാനാദരവുകൾ നിറഞ്ഞ നല്ലവരായ ദീനി സ്നേഹികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇൽമിൽ അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ഒരുപാട് സുഹൃതങ്ങൾ പഠിച്ച് അതനുസരിച്ച് പ്രവർത്തിച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹലാലായ മുറാദുകൾ അല്ലാഹു തആല വീട്ടി തരട്ടെ. നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, മറ്റു ബന്ധപ്പെട്ടവർ, അല്ലാഹു തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകട്ടെ. മരിച്ചു പോയവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ റമളാനിൻ്റെ സുന്ദരമായ ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. വളരെ പെട്ടെന്നാണ് പരിശുദ്ധമായ റമളാനിൻ്റെ ഓരോ ദിനങ്ങളും നമ്മിൽ നിന്ന് വിട പറയുന്നത്. അല്ലാഹു തആല വേണ്ടതുപോലെ പരിഗണിക്കാൻ അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, മനുഷ്യൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ആർത്തിയാണ്. എന്തും നേടിയെടുക്കണം, കിട്ടിയതിലുപരി ഇനിയും നേടിയെടുക്കണം എന്ന് മനുഷ്യനിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ സത്യം പറഞ്ഞാൽ കിട്ടിയതിലേക്കല്ല നോക്കുന്നത്, കിട്ടാത്തതിലേക്കാണ്, ലഭിക്കാത്തതിലേക്കാണ് മനുഷ്യൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ ചിന്തയിൽ എപ്പോഴും എനിക്കൊന്നുമില്ല, ഞാനൊന്നുമില്ലാത്തവനാണ്, എൻ്റെ കയ്യിൽ സമ്പത്തില്ല, അല്ലെങ്കിൽ എനിക്ക് അധികാരങ്ങളില്ല എന്നിങ്ങനെ മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. കയ്യിലുള്ളതിനേക്കാളും എത്രത്തോളം ഇനിയും ഉണ്ടാക്കാം എന്ന് മനുഷ്യനിങ്ങനെ ആഗ്രഹിക്കുമ്പോൾ സത്യം നമ്മൾ മനസ്സിലാക്കണം, കഫംപുടക്ക് കീശയില്ല. കഫംപുട നമ്മൾ വാങ്ങുമ്പോൾ പോലും ഏറ്റവും കുറഞ്ഞത്, ആ കടയിൽ കാണുന്ന ഏറ്റവും കുറഞ്ഞ തുണിയാണ് നമുക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത്. അതാണ് നമ്മൾ എടുത്തിട്ട് അവസാന ഒരു അന്ത്യയാത്രയ്ക്ക് നമ്മൾ ഒരുങ്ങുന്നത്. അതിൻ്റെയൊക്കെ ഒരു സൂചകം ആർത്തിയെ നമ്മൾ ഉപേക്ഷിക്കുക എന്നതാണ്. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന അഖാഫ മാ അഖാഫു അലൈക്കും ഇസ്നൈൻ. രണ്ട് കാര്യങ്ങളെ ഞാൻ നിങ്ങളിൽ നിന്ന് ഭയക്കുന്നുണ്ട്, പേടിക്കുന്നുണ്ട് എന്ന് മഹാനവറുകൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, തൂലുൽ അമൽ, ഒന്ന് അമിതമായിട്ടുള്ള ആർത്തിയെയാണ്, വത്തിബാ ഉൽ ഹവ, രണ്ടാമത്തത് സ്വന്തം താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണ്. എന്നിട്ട് മഹാനവറുകൾ ആ രണ്ട് കാര്യത്തെ വിശദീകരിച്ചു കൊണ്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. ഫഅമ്മ തൂലുൽ അമൽ, ആ ഒരു അമിതമായ ആഗ്രഹം, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന അമിതമായ ആഗ്രഹം, അത് ഫയുൻസിൽ ആഖിറ, അത് ആഖിറത്തിൻ്റെ ചിന്തയെ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയും എന്നതാണ്. അമിതമായിട്ടുള്ള ആഗ്രഹം വന്നാൽ എങ്ങനെ സമ്പത്തുണ്ടാക്കണം, ഇനിയും ഒരുപാട് വെട്ടിപ്പിടിക്കണം, ഇനിയും ഒരുപാടുണ്ടാക്കണം, ഈ ചിന്ത ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആഖിറത്തിലേക്കുള്ള, എനിക്കിവിടെ നിന്ന് അങ്ങ് മരിച്ചു പോകണം എന്നുള്ളൊരു ചിന്ത ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെടുമെന്ന് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു പറയാണ്. രണ്ടാമതായിട്ട് പറഞ്ഞു, ഫഅമ്മത്തിബാ ഉൽ ഹവ, അമിതമായിട്ടുള്ള തൻ്റെ താല്പര്യം, തൻ്റെ ശരീരത്തോടുള്ള ഇഷ്ടം, അതിൽ അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ഫയസുദ്ദു അനിൽ ഹഖ്, അവനിക്ക് ശരിയായ കാര്യങ്ങൾ അതെല്ലാം ഒരു തടസ്സമായിട്ട് അവനിക്ക് മാറും. അവനിക്ക് സ്വന്തം ശരീരത്തിൻ്റെ ഇഷ്ടം ഒരിക്കലും തെറ്റുകളോടായിരിക്കും. ഇബ്ലീസ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തും, കാഴ്ചപ്പാടുകൾ സൃഷ്ടിക്കും, മനുഷ്യൻ അതിനനുസരിച്ച് പ്രവർത്തിക്കും. മനുഷ്യൻ്റെ ചിന്തകൾ തെറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കും, ചിന്തകൾ അതേ രൂപത്തിലായിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇബ്ലീസ് അവൻ്റെ ശരീരത്തിലേക്ക് തെറ്റിനെ അത് ശരിയായിട്ടും ശരിയെ തെറ്റായിട്ടും അവർക്ക് കാണിച്ചു കൊടുക്കും. അപ്പോൾ അവൻ തെറ്റ് ചെയ്യുമ്പോൾ പോലും ഇത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ പോലും സത്യം പറഞ്ഞാൽ അവനിക്കതിൽ നിന്ന് പിന്തിരിഞ്ഞ് വരാൻ കഴിയാത്ത രൂപത്തിൽ ഇബ്ലീസ് അവൻ്റെ ഹൃദയത്തെ ആക്കിക്കൊണ്ടിരിക്കും. അതാണ് പറഞ്ഞത്, സ്വന്തം ശരീരത്തിന് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടാലും അവനതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അവൻ ആ നന്മയെ, ശരിയെ തടഞ്ഞുകൊണ്ടിരിക്കും. ആ രൂപത്തിലേക്ക് മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുമെന്ന് എൻ്റെ പ്രിയമുള്ളവരെ അലി റളിയല്ലാഹു തആല അൻഹു പറയാണ്. ഈ രണ്ട് കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന്, അമിതമായിട്ടുള്ള ആർത്തി ഒന്നിനും നമുക്ക് വേണ്ട. രണ്ടാമത്തത്, സ്വന്തം താല്പര്യത്തിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനം. ഇത് നമ്മൾ ചെയ്യാതിരിക്കുക. ഇത് രണ്ടും മനുഷ്യനെ അപകടത്തിലേക്ക് എത്തിക്കുന്നതാണ്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വഴി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, ഒരു ചട്ടക്കൂട് നമുക്കുണ്ട്, ഒരു അതിരുവരമ്പ് നമുക്കുണ്ട്.
ഒരു പരിശുദ്ധമായ ഇസ്ലാമിനാണ് എന്തിനും ഒരു ടൈം ടേബിൾ, ഒരു കാഴ്ചപ്പാടുള്ളത്. തോന്നുന്ന സമയത്ത് മാറ്റാനോ നമുക്കിഷ്ടമുള്ളതുപോലെ നമുക്ക് ജീവിക്കാനോ പറ്റുന്ന ഒരു മതമല്ല പരിശുദ്ധമായ ഇസ്ലാം. എന്തിനും അതിരുവരമ്പുകളും കാഴ്ചപ്പാടുമുള്ള ഒരു പരിശുദ്ധമായ മതം തന്നെയാണ് പരിശുദ്ധ ഇസ്ലാം. ഇസ്ലാമിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിനകത്തേക്ക് നന്മകൾ മാത്രമേ വരികയുള്ളൂ. എപ്പോഴും പുതിയ പുതിയ ചിന്തകൾ തരുന്ന ഒരു മതമാണ് പരിശുദ്ധ ഇസ്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ ചിന്തിക്കാനും നല്ലത് പറയാനും കേൾക്കാനുമൊക്കെ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.